ഹായ് ഓൾ, ഷോർട്ട് ടേം വീഡിയോ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് എടുത്ത സ്റ്റോക്കുകളുടെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റായിട്ട് എൻട്രി പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പിന്നെ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിൽ എൻ്റെ എൻട്രി എവിടെയായിരിക്കും എന്നുള്ളൊരു കാര്യം അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസാഹി ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ് നമ്മൾ ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് മുൻപ് നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചതാണ്. ഇന്ന് അതിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അതായത് ഇന്ന് മൺഡേ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച സ്റ്റോക്കാണ്. ഇതിൽ നമ്മൾ ഹൈ രേഖപ്പെടുത്തിയത് ഈ ഒരു ലെവലായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റാണ്. നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇത് ഈ ഒരു സോൺ അല്ലെങ്കിൽ ഈ ഒരു സോൺ, സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇത് മേലോട്ട് പോവാണ് ചെയ്തത്, താഴോട്ട് വന്നില്ല. മേ ബി ഇത് പിന്നീട് താഴോട്ട് വരുമായിരിക്കും. ഇതെൻ്റെ വാച്ച് ലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിൽ ഇനി ചേഞ്ചസ് വരും കേട്ടോ. അതായത് ടാർഗറ്റിലാണെങ്കിലും എൻട്രി ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ചേഞ്ചസ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു എൻട്രി കാര്യങ്ങൾ പിന്നെ എൻ്റെ ടാർഗറ്റ് എല്ലാം ഞാൻ ഡിസൈഡ് ചെയ്യുന്നതിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ക്യാരക്ടർ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുക. പിന്നെ അതിലെനിക്ക് കാൽക്കുലേഷന് വേണ്ടി എനിക്ക് സഹായിക്കുന്നത് ഈ ഒരു ഹൈ ആയിരുന്നു. അതായത് ഈ സ്റ്റോക്ക് എവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ ഇതിങ്ങനെ മേലോട്ട് കയറി തിരിച്ചു വന്നില്ലേ, ഈ ഒരു തിരിച്ചു വരവ്. അപ്പോൾ ഈ ഒരു ഹൈനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് എൻ്റെ എൻട്രി, എൻ്റെ സ്റ്റോപ്പ് ലോസ്, എൻ്റെ ടാർഗറ്റ് എല്ലാം ഞാൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഇതൊരു ഹൈ ആയിട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വന്ന സമയത്ത് ഇതൊരു ഹൈ ആയിട്ട് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഈ ഒരു കാൽക്കുലേഷൻ നടത്തിയതാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് താഴോട്ട് വരാതെ ഇന്നൊരു ദിവസം അത് മേലോട്ടാണ് പോയത്. ഈ ഒരു സ്റ്റോക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് പോകുന്നില്ല. ഇത് എപ്പോഴാണോ തിരിച്ച് താഴോട്ട് ഒരു എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ആവുന്നത്, ആ ഒരു സമയത്ത് ഞാൻ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ എൻട്രി കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റായിട്ട് അനലൈസ് ചെയ്ത സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പ്രിസിഷൻ വയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായ സമയത്ത് അതിൽ എക്സിറ്റ് ആയി. അത് ഞാൻ കമ്മ്യൂണിറ്റിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സിറ്റ് ആവാൻ. പിന്നെ അടുത്തതായിട്ട് എടുത്തൊരു സ്റ്റോക്കാണ് ഹോം ഫസ്റ്റ് ഫിൻ കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ എൻട്രി രേഖപ്പെടുത്തിയ 2 സോണുകളാണിത്. ഇത് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. എൻ്റെ എൻട്രി 140 ആയിരുന്നു, 1140 ആയിരുന്നു എൻട്രി. ഇവിടുന്ന് എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ട് ഇപ്പോൾ അത് ഫസ്റ്റ് ടാർഗറ്റിൻ്റെ മേലെയാണ് നിൽക്കുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സോൺ ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 334 to 346 ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എവിടെ വന്നാലും ഞാൻ എക്സിറ്റ് ആവും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഞാൻ മിക്കവാറും ഇത് നാളെ എക്സിറ്റ് ആവും. ഇത് റിവേഴ്സ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ എക്സിറ്റ് ആവും. കാരണം ഞാൻ ഓൾറെഡി ഒരു 12 to 13% ഞാൻ പ്രോഫിറ്റിലാണ്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഞാൻ 15% പ്രോഫിറ്റിലായിരുന്നു. പക്ഷെ ഞാൻ എക്സിറ്റ് ആയില്ല. സെക്കൻഡ് ടാർഗറ്റ് വരെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. ഇതിനിയും മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു റീടെസ്റ്റ് എടുത്തിട്ട് മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓൾറെഡി പ്രോഫിറ്റിലായതുകൊണ്ട് ഒരു 10% അബവ് പ്രോഫിറ്റിലായതുകൊണ്ട് ഞാനിവിടെ റിസ്ക് ചെയ്തത്, അതായത് നമ്മൾ മാക്സിമം എടുക്കുന്ന റിസ്ക് 5% ആണ്. ഞാനിവിടെ 5% പോലും ഞാൻ റിസ്ക് എടുത്തിട്ടില്ല. ക്ലിയർ ആയില്ലേ? ഞാൻ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ഈ ഒരു ടാർഗറ്റ് ഞാൻ എടുത്തത്. അപ്പം തന്നെ ഞാൻ നിയർലി 1:3, 1:4 റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. ഞാൻ എത്രയാണോ റിസ്ക് ചെയ്തത് അതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി ഞാൻ പ്രോഫിറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ചിലപ്പോൾ നാളെ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതാണ് ലാസ്റ്റായിട്ട് എടുത്ത സ്റ്റോക്ക്. ഹോം ഫസ്റ്റ് ഫിനാൻസ് ആണ് ലാസ്റ്റായിട്ട് എടുത്ത സ്റ്റോക്ക്. അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്തതാണ് ഈ ഒരു അസാഹി ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. അതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഒരു ധാംപൂർ ബയോ ഓർഗാനിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. ഇതിൽ ഞാൻ എൻട്രി പ്രതീക്ഷിക്കുന്നത് 2 സോണുകളുണ്ട്. ഈ 2 സോണുകളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ എൻട്രി എടുക്കാം.
ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. മിക്കവാറും ഞാൻ ഈ ഒരു സോണിൽ നിന്നായിരിക്കും എൻട്രി എടുക്കാൻ സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു സോണിൽ നിന്നായിരിക്കും എൻട്രി എടുക്കാൻ ചാൻസ് കൂടുതൽ മിക്കവാറും. അത് നാളത്തെ ഈ ഒരു ക്യാൻഡലിൻ്റെ വരവനുസരിച്ചിട്ടായിരിക്കും ഞാൻ എടുക്കുക. ഓക്കെ, ചിലപ്പോൾ ഇത് ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ അസാഹി ഇന്ത്യ വന്നതുപോലെ ചിലപ്പോൾ എൻട്രി തരാതെ അങ്ങ് പോകും. എൻട്രി തരാതെ പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്കത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് വരികയാണെങ്കിൽ മാത്രം നമുക്ക് എൻട്രി എടുത്താൽ മതി. അങ്ങനെ എൻട്രി എടുക്കുന്നത് പ്രോഫിറ്റിൽ അവസാനിക്കാറുമുണ്ട്. അതായത് നമ്മൾ അങ്ങനെ ഒരു എൻട്രി കിട്ടിയിട്ട് ഒരു 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 6-7 എണ്ണമെങ്കിലും പ്രോഫിറ്റ് അവസാനിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു 5% ബിലോ റിസ്ക്കും ചെയ്ത് 10% എബോവ് ടാർഗറ്റും വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ല പ്രോഫിറ്റ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു 10 ട്രേഡിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻട്രി തരാത്ത, ഇപ്പോൾ അസാഹി ഇന്ത്യ എൻട്രി തരാതെ പോയി, ആ എൻട്രി തരാതെ പോയത് അത് നമ്മൾ പിന്നീട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഞാൻ ഈ ഒരു സോണിൽ നിന്നായിരിക്കും, ചിലപ്പോൾ ഈ ഒരു സോണിൽ നിന്നായിരിക്കും എൻട്രി എടുക്കുക. എവിടെ നിന്ന് എടുത്താലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത് തന്നെ ആയിരിക്കും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോണായിരിക്കും. ഈ ഒരു ലൈൻസ്, ഈ ഒരു 2 ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ, അതായത് 163, 164 എൻ്റെ ഫസ്റ്റ് ടാർഗറ്റും എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഓക്കെ, ഈ ഒരു സോണിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ എക്സിറ്റ് ആവും. ക്ലിയർ ആയില്ലേ? ഇതാണ് ഞാൻ പുതിയതായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ എൻട്രി എടുക്കുന്നതിൽ കുറേയൊക്കെ പ്രോഫിറ്റിലാവും, കുറച്ചൊക്കെ സ്റ്റോപ്പ് ലോസ് ഹീറ്റായി പോവും. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നഷ്ടം വരാതെ നമ്മൾക്ക് ലാഭം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നടക്കാത്തൊരു കാര്യമല്ലേ ലാഭം മാത്രം വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പം നഷ്ടം എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വ്യൂ മാത്രമാണ്. എൻ്റെ എൻട്രി, എൻ്റെ സ്റ്റോപ്പ് ലോസ്, എൻ്റെ ടാർഗറ്റ്. നിങ്ങൾ ഈ ട്രേഡ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ടും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക്, അതായത് അസാഹി ഇന്ത്യ ഗ്ലാസ് ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് എൻട്രി ആവാറായി കഴിഞ്ഞാൽ അതും ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ എൻട്രി എടുക്കുന്നതിന് മുൻപ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു 2 സ്റ്റോക്ക് കൂടിയുണ്ട്. ഈ ഒരു സ്റ്റോക്കും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കും, ഇത് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളതാണ്. ഇത് എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു റഡാറിൽ വെച്ചെന്നേ ഉള്ളൂ. ഇതിൽ ചിലപ്പോൾ പിന്നീട് ഞാൻ ഇതിൽ എൻട്രി എടുക്കും. എന്തായാലും എൻട്രി എടുക്കുന്നതിന് മുൻപ് ഞാൻ എടുക്കുന്ന ഓരോ എൻട്രിയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഉറപ്പായും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ ഡൗട്ടോ, കമ്മോഡിറ്റീസിൻ്റെ ഡൗട്ടോ, സ്റ്റോക്സിൻ്റെ ഡൗട്ടോ, അതിപ്പോൾ ലോങ് ടേം ആയാലും ഷോർട്ട് ടേം ആയാലും ഇൻട്രാഡേ ആയാലും നിങ്ങൾക്ക് ഡൗട്ട്, ചെറിയ ഡൗട്ടൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ, അതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. See you on next video.